ഗാന്ധിജി ഒക്ടോബർ 2. ഗൈസ്, ഒരു നേതാവ് ഒരു നാടിന്റെ വെളിച്ചവും വികാരവുമായി മാറിയാൽ ആ നേതാവ് ആ നാടിന്റെ പ്രതീക്ഷയും പ്രതിനിധിയുമായി മാറും. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ലോകത്തിന് അന്ന് മനസ്സിലായില്ല. സ്നേഹത്തിലും സത്യത്തിലും അധിഷ്ഠിതമായ ലളിതമായ ജീവിതം നയിച്ച ഒരു നോബൽ പേഴ്സൺ. ആത്മീയതയുടെ വക്താവായ രാഷ്ട്രീയക്കാരനോ അതോ രാഷ്ട്രീയക്കാരനായ അഭിനയാചാര്യനോ? നന്മയുള്ള ഒരു ഹൃദയവും മായാത്ത പുഞ്ചിരിയുമായി ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിലേക്ക് നടന്നു നീങ്ങിയ വെളിച്ചം. ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വാധീന ശക്തി. അന്ന് ബ്രിട്ടൻ വരെ ആ സ്വാധീനം വ്യാപിച്ചിരുന്നപ്പോഴും ഇവിടെ സ്വതന്ത്ര ഇന്ത്യയുടെ അധികാരത്തിൽ ഇടനാഴികളിലൊന്നും ആ വ്യക്തിത്വത്തെ നാം കണ്ടില്ല. അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടി ആരോടും ഒരു വില പേശലിനും പോയിട്ടുമില്ല. ശാന്തമായ പുഞ്ചിരിയോടെ ഉരുവിട്ട ഓരോ വാക്കും ഏത് പീരങ്കിയേക്കാളും വെടിയുണ്ടകളേക്കാളും ശക്തമായിരുന്നു. ആ വാക്കുകൾക്കെന്നും എവിടെയും പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ടു പോയി ഇന്ത്യയുടെ ആത്മാവിനെയും അഭിമാനത്തെയും കാത്തുരക്ഷിക്കാനും വീണ്ടെടുക്കാനും ദീർഘമായ കാൽനട യാത്രകൾ, സത്യാഗ്രഹങ്ങൾ, ഉപവാസങ്ങൾ, അങ്ങനെ എന്തെല്ലാം പുതുമയാർന്ന സമരമാർഗങ്ങൾ. ശാന്തഗംഭീരമായി പറഞ്ഞു വെച്ചതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ആത്മീയ പ്രഭാഷണങ്ങളോ അതോ അത് രണ്ടും കൂടെ കലർന്ന പുതിയൊരു തത്വശാസ്ത്രമോ? ഗാന്ധിസം എന്ന പുതുമയാർന്ന ഒരു ഐഡിയോളജി. ഏഷ്യയിലെ എണ്ണപ്പെട്ട ഫിലോസഫീസിലൊരാൾ. കച്ചവടത്തിന് കടൽ കടന്നു വന്നവർ ഈ മണ്ണിന്റെ ഉടമസ്ഥരായപ്പോൾ പകച്ചുപോയ പട്ടിണി പാവങ്ങളായ ഒരു ജനതയെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ സ്വപ്നത്തിലേക്ക് ആ ജനതയെ നയിച്ച ഇന്ത്യ കണ്ട ലോകം കണ്ട നന്ദിയുള്ള രാഷ്ട്രീയ ആചാര്യൻ. അത് കഴിഞ്ഞും ഇന്ത്യയിൽ അവിടെയും ഇവിടെയും ഒക്കെ കുറെ ഗാന്ധിമാർ ഉണ്ടായെങ്കിലും നമുക്ക് ആത്മനിർവൃതിയോടെ അഭിമാനത്തോട് ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരു ഗാന്ധി മാത്രം, നമ്മുടെ രാഷ്ട്രപിതാവ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സമരാഗ്നി കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഒരുപോലെ ആളിക്കത്തിയിട്ടുണ്ടെങ്കിൽ അത് 1947 ഓഗസ്റ്റ് 15 വരെ അണയാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഊർജ്ജം ഗാന്ധിജി എന്ന വൻ വൃക്ഷമായിരുന്നു. ഒരു നാടിന്റെ അഗ്നിയും ആവേശവുമായി മാറിയ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ ഗാന്ധിജി. ഗോഡ്സെയുടെ വെടിയേറ്റ് പിറന്ന് മരിച്ചു വീണപ്പോൾ നിലച്ചുപോയത് ഇന്ത്യയുടെ ഹൃദയസ്പന്ദനമാണ്. പൊട്ടിപ്പോയത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മണ്ണിനെയും മനുഷ്യനെയും ചേർത്ത് വെച്ച സ്നേഹത്തിന്റെ ചരടാണ്. ഗോഡ്സെക്ക് ഭ്രാന്ത് മൂത്തപ്പോൾ നമുക്ക് നഷ്ടമായത് നമ്മുടെ സൂര്യനെയാണ്. അതുവരെ നമ്മുടെ പൂർവികർക്ക് ഊർജ്ജം പകർന്നു കൊടുത്ത നമ്മുടെ സ്വന്തം സൂര്യൻ. ഓരോ ഇന്ത്യക്കാരനും ഇനി എത്ര ജന്മം കാത്തിരിക്കണം ഇങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയെ നമുക്ക് മാത്രമായി കിട്ടാൻ.